മഹാകുംഭമേളയിൽ വലിയ ജനത്തിരക്കിനെ തുടർന്ന് ത്രിവേണി സംഗമത്തിന് സമീപത്തെ ബാരിക്കേഡ് തകർന്നു. തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആളപായം ഉണ്ടായതായുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. രണ്ടാമത്തെ അമൃത സ്നാനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ബി ബാലഗോപാൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ബാലു, കോടിക്കണക്കിന് പേർ പങ്കെടുക്കുന്ന മഹാകുംഭമേളയിൽ ഇപ്പോൾ വലിയ തിക്കും തിരക്കും അത് നിയന്ത്രണാതീതമാവുകയായിരുന്നു. ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ? ആളപായം ഉണ്ടായതായുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ടല്ലോ ബാലു. മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നാനം നടക്കുന്ന ദിവസമാണ് ഇന്ന്. അതായത് മൗനി അമാവാസി ദിനമായി ഇന്ന് ഏതാണ്ട് 10 കോടി ജനങ്ങളാണ് ഈ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തുമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. വലിയ ജനത്തിരക്കാണ് കഴിഞ്ഞ 2 ദിവസമായി ഈ ത്രിവേണി സംഗമത്തിനും പ്രയാഗ്രാജിലുമൊക്കെ ഉള്ളത്. ഇന്ന് പുലർച്ചെ 1 മണിക്കാണ് ഈ അപകടമുണ്ടായതെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 1 മണിക്ക് ഏതാണ്ട് പുലർച്ചെ 1 മണിയോടുകൂടി ഈ ആയിരക്കണക്കിന് പേർ ഈ ത്രിവേണി സംഗമത്തിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന ബാരിക്കേഡ്, താൽക്കാലികമായി ഉയർത്തിയിരുന്ന ബാരിക്കേഡ് തകരുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവം അതായത് ഈ അപകടം ആദ്യം അത്ര ഗൗരവത്തോടു കൂടിയുള്ള ഒരു സംഭവമല്ല എന്നായിരുന്നു ഉത്തർപ്രദേശ് സർക്കാർ പറഞ്ഞിരുന്നത്. ഈ പരിക്കേറ്റവരെ ഈ പ്രയാഗ്രാജിൽ തന്നെ ഉള്ള താൽക്കാലിക ഈ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ്. ഇതിനിടയിൽ വാർത്താ ഏജൻസിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആളപായം ഉണ്ടായി എന്നാണ് സംശയിക്കപ്പെടുന്നത്. പക്ഷെ അത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ കൺഫർമേഷൻ ഇതുവരെയും ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. വലിയ തോതിലുള്ള, അതായത് കോടിക്കണക്കിന് ജനങ്ങളാണ് നിലവിലിപ്പോൾ ഈ ത്രിവേണി സംഗമത്തിന് സമീപത്തായി ഉള്ളത്. അവർ നിരവധി പേർ ഇപ്പോഴും ആ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിരക്ക് ഇത്രയും നിയന്ത്രണാതീതമായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി ടെലിഫോണിൽ സംസാരിച്ച് ഈ അപകട വിവരങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായാണ് ലഭിക്കുന്ന വിവരം. ഈ അടിയന്തര സഹായം, അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അപകടത്തിൽ അടിയന്തര സഹായം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി മോദി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ആദ്യ അമൃത സ്നാനം, അതായത് മൗനി അമാവാസി ദിനത്തിൽ പ്രധാനപ്പെട്ട പല സ്നാനങ്ങളുമുണ്ട്. അതിൽ ആദ്യ ഈ അമൃത സ്നാനം നടന്നിരുന്നു. അതിൽ സന്യാസിമാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഈ അപകടമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാമത്തെ അമൃത സ്നാനം നടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അത് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഈ രക്ഷാപ്രവർത്തനവും മറ്റും ഈ ത്രിവേണി സംഗമത്തിന് സമീപത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ താൽക്കാലികമായി ഈ അമൃത സ്നാനം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഏതാണ്ട് 10 കോടി ജനങ്ങളാണ് ഇന്ന് ഒരൊറ്റ ദിവസം ഈ ത്രിവേണി സംഗമത്തിലെത്തി അമൃത സ്നാനം നടത്തുമെന്ന് കരുതപ്പെടുന്നത്. വലിയ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷെ ആ ക്രമീകരണങ്ങൾക്കിടയിലും ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുകയാണ്. അത് തന്നെയാണ് ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. ഇത്രയും പേർ പങ്കെടുക്കുന്ന ഒരു കുംഭമേളയിൽ ആവശ്യത്തിന് പോലീസ് സന്നാഹങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇത്രയും വലിയൊരു സുരക്ഷ, അത് ബാരിക്കേഡ് മറിഞ്ഞു പോകുന്ന, ആയിരക്കണക്കിന് പേർ തിക്കി തിരക്കി എത്തിയപ്പോൾ ബാരിക്കേഡ് മറിഞ്ഞു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത് അതെങ്ങനെയാണ്? പിന്നെ ഇത്രയും പേർക്ക് പരിക്കേൽക്കുന്നു. ഇന്നലെ രാത്രി പുലർച്ചെ 1 മണിക്ക് നടന്ന സംഭവമാണ്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ വ്യാപ്തി വലുതാണ് എന്നാണ് ഊഹിക്കേണ്ടത് ബാലു. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രയാഗ്രാജിലുണ്ടായിരുന്നു. നമുക്ക് ഒരുപക്ഷെ ഈ സ്വപ്നങ്ങളിൽ പോലും പ്രതീക്ഷിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്കുള്ള ജനത്തിരക്കാണ് ഈ പ്രയാഗ്രാജിലും ത്രിവേണി സംഗമത്തിലുമൊക്കെ ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഈ ആയിരക്കണക്കിന് പേരാണ് ഈ ഓരോ നിമിഷവും. ശരി ബാലു, വലിയ തോതിലുള്ള തിക്കും തിരക്കുമാണ് ഉണ്ടായത്. ആയിരക്കണക്കിന് പേർ തിക്കി തിരക്കി എത്തി ബാരിക്കേഡ് മറിഞ്ഞു വീഴുകയായിരുന്നു.